നമസ്കാരം. പാലക്കാട് ഒബിജി സൊസൈറ്റിയുടെ ഹെൽത്ത് അവയർനെസ് സീരീസിലെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. നമ്മളുടെ ഇടയിൽ ധാരാളം പെൺകുട്ടികളുടെ ഇടയിൽ കാണുന്ന ഒരു അബ്നോർമാലിറ്റിയാണ് PCOS, അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെ, നമുക്ക് അത് വേണ്ട ഒരു ഡിസ്കഷൻ തന്നെയാണ്. എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളും ധാരണകളും തെറ്റിദ്ധാരണകളും ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്താണ് ഈ PCOS? PCOSന്റെ ഫുൾ ഫോം പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഈ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ കണ്ടീഷൻ അല്ല, പലതരം, അതിന് പല കോമ്പണൻസ് ഉണ്ട്. ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിന് പ്രധാനമായിട്ടും 3 കോമ്പണൻ്റാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ്, അവരുടെ ആർത്തവചക്രം വളരെ ഇറഗുലർ ആയിരിക്കും. 2, ഹൈപ്പർ ആൻഡ്രോജനിസം, അതായത് നമ്മുടെയൊക്കെ ശരീരത്തിൽ പുരുഷ ഹോർമോണും സ്ത്രീ ഹോർമോണും ഒരു സന്തുലിത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ സന്തുലിത അവസ്ഥ ഇവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ പുരുഷ ഹോർമോണിന്റെ എഫക്റ്റ് കുറച്ച് കൂടുതൽ ഉണ്ടാവും അവരുടെ ശരീരത്തിൽ. 3, നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഓവറിയിൽ കാണുന്ന ഒരു പ്രത്യേക അപ്പിയറൻസ് ഉണ്ട്. അതിനാണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അപ്പോൾ അടുത്തത്, എന്താണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിന്റെ ലക്ഷണങ്ങൾ, അല്ലെ? അതൊരു സംശയമാണ്. അപ്പൊ എന്തുമായിട്ടാണ് ഈ കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്? ഏറ്റവും പ്രധാനമായിട്ടും ഇറഗുലർ പീരിയഡ്സ് ആണ്, മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് ആണ്, അല്ലേ മാഡം? അതിൽ സാധാരണഗതിയിൽ അവര് പറയുന്നത് 2-3 മാസമായി പീരിയഡ് ആയിട്ടില്ല, പീരിയഡ് ആയ കാലം തൊട്ട് ഇങ്ങനെയാണ്. അത് ഒരു പ്രശ്നം. പിന്നെ ചിലർക്ക് പ്രിലോങ്ഡ് ബ്ലീഡിങ്, അതിന് ശേഷം 10 ദിവസം 15 ദിവസം നിൽക്കാതെയുള്ള രക്തസ്രാവം ഉണ്ടാവുക. പിന്നെ ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് 2 ആഴ്ച കൂടുമ്പം മെൻസ്ട്രുവൽ സൈക്കിൾസ് വരുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ്. പിന്നെയുള്ള അടുത്ത പ്രശ്നം ഹിർസ്യൂട്ടിസം ആണ്, അല്ലെ? എന്ന് വെച്ചാൽ അമിത രോമ വളർച്ച. അത് എല്ലാവർക്കും കാണണമെന്നില്ല, പക്ഷെ PCOSുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷണം അതാണ്. പിന്നെ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒബീസിറ്റി, ഓവർ വെയ്റ്റ്, അല്ലെ? 50% അല്ലെങ്കിൽ 70% കുട്ടികളിൽ, ഈ PCOS ഉള്ള കുട്ടികളിൽ അമിത വണ്ണം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ചില പ്രത്യേക സ്കിൻ ചേഞ്ചസും നമ്മൾ ഇതോടൊപ്പം തന്നെ കാണാറുള്ളതാണ്. പിന്നെ അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ PCOS നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? അതായത് ഉണ്ട് എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 പ്രധാന കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ ഡയഗ്നോസ് ചെയ്യുന്നല്ല, ഈ 3-ൽ 2 ഉണ്ടാവണം. അപ്പോൾ ഒരു പെൺകുട്ടി നമ്മുടെ അടുത്ത് ഇറഗുലർ പീരിയഡ്സ് ആയിട്ട് വരികയാണ്. അപ്പൊ ഒന്നായി, ഈ കുട്ടിക്ക് ശരീരത്തിൽ മുഖത്തും ഒക്കെ ഒരുപാട് രോമ വളർച്ചയുണ്ട്. അപ്പൊ അത് ഹൈപ്പർ ആൻഡ്രോജനിസമായി. ഈ കുട്ടിക്ക് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല, നോർമൽ ഓവറിന്ന് റിപ്പോർട്ട് വന്നാലും ഈ കുട്ടിയുടെ ഡയഗ്നോസിസ് PCOS ആണ്. കാരണം 3-ൽ 2 ക്രൈറ്റീരിയ ആയിക്കഴിഞ്ഞു. ഇനി വേറൊരു കുട്ടി വരികയാണ്, ആ കുട്ടി ഒരു സ്കാൻ റിപ്പോർട്ട് കൊണ്ടുവരികയാണ്. ഇതാ എൻ്റെ സ്കാനിൽ PCOS ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ഡോക്ടർ? എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, എനിക്ക് റെഗുലർ പീരിയഡ്സ് ആണ്, രോമ വളർച്ചയൊന്നുമില്ല. അപ്പൊ സ്കാനിൽ കണ്ടതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്, ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അതിൻ്റെ കൂടെ സ്കാൻ നമ്മൾ ആ ഡയഗ്നോസിസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു മാത്രം, അല്ലാതെ അതിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടല്ല സ്കാൻ ഉപയോഗിക്കുന്നത്. അതും കൂടി ഒരു ഡയഗ്നോസ്റ്റിക്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അൾട്രാസൗണ്ട് ഡയഗ്നോസിസ് അല്ല PCOSന് ഉള്ള ഡയഗ്നോസിസ്. ഇറ്റ് ഇസ് എ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അതിന്റെ കൂടെ സ്കാനും കൂടെ ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്, അല്ലേ? അപ്പൊ അടുത്തത് നമ്മുടെ സംശയം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? ഇത് വേണ്ട സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ വരാവുന്ന പല പ്രശ്നങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് ഈ മെൻസസ് വളരെ ഇറഗുലർ എന്നർത്ഥം ഓവുലേഷൻ ശരിക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഈ ഓവുലേഷൻ ഉണ്ടെങ്കിലല്ലേ പ്രഗ്നൻസി ആവുള്ളൂ. ഇതിൽ പല കുട്ടികൾക്കും പ്രഗ്നൻസി കുറച്ച് പ്രശ്നമായി എന്ന് വരാം, ഫെർട്ടിലിറ്റി പ്രോബ്ലം വന്നെന്ന് വരാം, പ്രഗ്നന്റ് ആവാൻ ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടി വന്നെന്ന് വരാം. അതൊരു ആസ്പെക്ട്. പിന്നെ ഈ മിക്ക സമയത്തും ഈ കുട്ടികൾക്ക് പീരിയഡ്സ് ഇറഗുലർ ആവും. ഓൾമോസ്റ്റ് മെൻസ്ട്രുവൽ സൈക്കിൾ ഉള്ളിടത്തോളം കാലം ഇറഗുലർ പീരിയഡ്സും ബ്ലീഡിങ്ങും ഒക്കെ വന്നും പോയും തുടർന്നു പോകാനാണ് സാധ്യത. ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി വരാം.
അതിനിടയിൽ ഒരു സംശയം മാഡം, എന്തുകൊണ്ടാണ് ഇവർക്ക് മാസം മാസം ഓവുലേഷൻ നടക്കാത്തത്? അപ്പൊ ഈ ഓവുലേഷൻ, അതായത് ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് വെറും ഓവറിയുടെയോ യൂട്രസിന്റെയോ മാത്രം കൺട്രോളിലല്ല. അത് നമ്മുടെ ശരീരത്തിലെ പല ഹോർമോൺസും പല ഗ്രന്ഥികളും ഉൽപ്പാദിപ്പിക്കുന്ന പല ഹോർമോൺസും ചേർന്നാണ് മെൻസ്ട്രൽ സൈക്കിളിനെ നിയന്ത്രിക്കുന്നത്. ഇതിന്റെ നിയന്ത്രണം ആദ്യം തലയിലാണ് തുടങ്ങുന്നത്. തലയിലുള്ള ഹൈപ്പോതാലമസ് എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ ഫംഗ്ഷൻ ശരിയല്ലെങ്കിൽ അത് മെൻസ്ട്രൽ സൈക്കിളിനെ ബാധിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഈ അത്ലീറ്റ്സ്, ഓടുക ചാടുക വളരെ വിഗറസ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മെൻസസ് വളരെ ഇറഗുലർ ആയിട്ട് കാണാറുണ്ട്. ഇതിന് കാരണം ഈ എക്സസൈസ് ചിലപ്പോൾ ഈ ഹൈപ്പോതാലമസിനെ ബാധിച്ചിട്ട് അതിന്റെ ഹോർമോൺ ഉൽപാദനം വ്യത്യാസപ്പെടുന്നുണ്ട്. പിന്നെ ഉള്ളത് പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഹോർമോണാണ് അടുത്തത്. ഈ ഹോർമോണിന്റെ കൺട്രോളിലാണ് ഓവറിയുടെ ഹോർമോൺ ഉൽപാദനം. അപ്പൊ ഈ ഹൈപ്പോതാലമസും പിറ്റ്യൂട്ടറിയും ശരിയായ ഹോർമോൺസ് ഉൽപ്പാദിപ്പിച്ചാലേ അത് ഓവറിയിൽ ചെന്നിട്ട് ഓവറിയിൽ ശരിയായ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുകയും ഓവുലേഷൻ നടക്കുകയും ചെയ്യും. ഓവറിയിലെ ഹോർമോൺസ് കറക്റ്റ് ആണെങ്കിൽ യൂട്രസ് അതിനെ റെസ്പോണ്ട് ചെയ്യുള്ളൂ, യൂട്രസിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ശരി, നമ്മൾ ഡയഗ്നോസിസിലെത്തി, PCOS ഉണ്ട് എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഇതിന് ഈ കുട്ടിക്ക് ഭാവിയിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നേരിടേണ്ടി വന്നേക്കാം, എന്തിനൊക്കെ തയ്യാറാവണം? ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒബീസിറ്റിയാണ്. അപ്പൊ ഈ ഒബീസിറ്റിനെ നല്ലോണം കൺട്രോളിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒബീസിറ്റി തുടർന്ന് പോയാൽ ഭാവിയിൽ ഉണ്ടാവുന്നത് ഡയബറ്റിസ്. ഈ ഇൻസുലിനുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ് ഇതിന്റെ ഈ PCOSലെ ഹോർമോൺസ്. അപ്പോൾ ഡയബറ്റിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഡയബറ്റിസ് വരണമെന്നില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഒബീസിറ്റി കൂടാതെ വളരെ സ്ട്രിക്റ്റ് കൺട്രോൾ ഇരുന്നാൽ നമുക്ക് ഡയബറ്റിസ് വരാതെ നോക്കാം. പിന്നെ ഉണ്ടാകാവുന്ന ചില കോംപ്ലിക്കേഷൻസ്, ഈ കുറേ കാലം മെൻസസ് ഇല്ലാതിരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. കാരണം ആ സമയത്തൊക്കെ ചിലപ്പോൾ യൂട്രസിന്റെ ഉള്ളിലത്തെ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഭാഗം വളർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് വളർന്നുകൊണ്ടിരുന്നാൽ അതിൽ പല ഗ്രോത്തുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഒരു മെൻസ്ട്രുവേഷൻ വരേണ്ടത് ആവശ്യമാണ്. 3-4 മാസമൊക്കെ മെൻസസ് ഇല്ലാതിരുന്നാൽ മെൻസസ് ഇൻഡ്യൂസ് ചെയ്യാൻ മരുന്ന് കഴിക്കുന്നത് ഒരു നല്ലതായിരിക്കും. 2-3 മാസത്തിൽ കൂടുതൽ പീരീഡ് ആവാതെ ഇരിക്കാൻ പാടില്ല. അതെ അതെ. അപ്പോ ഇവർക്ക് ഇത് പേടിക്കേണ്ട ഒരു അസുഖമാണോ? അടുത്ത ചോദ്യം ഇതാണ്. ഇത് തീർച്ചയായിട്ടും നമ്മളുടെ കയ്യിൽ ഉണ്ട് ഇതിന്റെ കൺട്രോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് PCOS. അപ്പൊ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഉണ്ടാവേണ്ടത്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ്. ഈ രോഗങ്ങൾക്കൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറയുക. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, അതുപോലെ PCOS ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തടി കൂടാതെ നോക്കണം. ഇത് ഒരുപാട് തടിയുള്ളവർക്ക് മാത്രമല്ല ബാധകം. ചിലർ ലീൻ PCOS എന്ന് പറയും. തടി അധികം ഇല്ലാത്ത പെൺകുട്ടികളുണ്ട്. അവരും തടി വെക്കാതെ ശ്രദ്ധിക്കണം. വെയിറ്റ് എപ്പോഴും ജനിതകമായ ഒരു സൈഡ് ഉണ്ടോ? തീർച്ചയായിട്ടും ഇതിന് ജനിതകമായ ഒരു സൈഡ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ പലരും ചോദിക്കാറുണ്ട്, എൻ്റെ ഫാമിലിയിൽ ആർക്കും ഇല്ല, പിന്നെ എന്താ നിങ്ങളിത് ജനിതകം എന്ന് പറയും? ഇതിനൊരു ഉത്തരമുണ്ട്. എല്ലാ ജനിതക അസുഖങ്ങളും അങ്ങനെ തന്നെ ചിലപ്പോൾ അടുത്ത തലമുറയിൽ കണ്ടുവന്നിരിക്കില്ല. അതിന് എപ്പിജെനറ്റിക്സ് എന്ന് പറയും. കഴിഞ്ഞ തലമുറയിൽ കാണാത്ത ചില അസുഖങ്ങൾ ഈ തലമുറയിൽ കാണുന്നത് ജീൻസിന് ചില വ്യത്യാസങ്ങൾ വരുന്നു. ഈ ജീൻസിന് വ്യത്യാസം വരുന്നത് മുഴുവൻ നമ്മളുടെ എൻവയൺമെന്റുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കുട്ടിയുടെ ലൈഫ് സ്റ്റൈൽ ശരിയല്ലെങ്കിൽ ഈ ജീൻസ് പുതിയ വിധത്തിൽ മാനിഫെസ്റ്റ് ചെയ്യും. ഈ കുട്ടിയുടെ തടി നോർമൽ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് മാനിഫെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ജനറ്റിക് ഫാക്ടേഴ്സും കൂടി ചേർന്നുള്ളൊരു ഫൈനലി ഈ PCOS ഉണ്ടാവുക. അതെ അതെ. എങ്ങനെയാണ് അടുത്ത സംശയം? അപ്പൊ ഇത് എങ്ങനെ നമ്മൾ കൺട്രോളിൽ നിർത്താമെന്ന് തോന്നുന്നു? നമ്മൾ എന്തൊക്കെ ചെയ്യാം? ഞാൻ പറഞ്ഞു നമ്മുടെ കൺട്രോളിലാണ്. എന്തൊക്കെ ചെയ്യണം നമ്മൾ? നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വെയിറ്റ്, പിന്നെ ഡയറ്റ്, പിന്നെ എക്സസൈസ്. ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് രോഗിയുടെ സൈഡിൽ നിന്നും തന്നെ വരേണ്ട എഫേർട്ടാണ്.
നമുക്ക് മാഡം പറഞ്ഞ പോലെ PCO ഉണ്ട്, എല്ലാവരും ഒബീസിറ്റി ഉള്ളവരല്ല. എന്നിരുന്നാലും നമ്മുടെ വെയിറ്റ് കൺട്രോളിൽ വെക്കാം, വെയിറ്റ് ഗെയിൻ വരാതെ ശ്രദ്ധിക്കുക, BMI മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ ഡയറ്റ്, കാർബോഹൈഡ്രേറ്റ്, എക്സസീവ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻടേക്ക് നല്ലോണം കുറയ്ക്കണം. ധാരാളമായിട്ടും ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഹെൽത്തി ഡയറ്റിലേക്ക് മാറാൻ ശ്രമിക്കുക. നട്ട്സ് ഒക്കെ അല്ലേ, ഇത് നല്ലതാണ്. അതെ. പിന്നെ അതുകൂടാതെ എക്സസൈസ്, അത് ഏറ്റവും ഇതിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒരു ആസ്പെക്ട് ആണ്. കമ്പൽസറിയാണ് അല്ലേ? നമ്മള് രാവിലെ എണീറ്റ് ഇന്ന് ഞാൻ പല്ല് തേക്കുന്നില്ല, എനിക്ക് സമയമില്ല എന്ന് പറയില്ലല്ലോ. അതുപോലെ ഇന്ന് ഞാൻ എക്സസൈസ് ചെയ്യുന്നില്ല, എനിക്ക് സമയമില്ല എന്ന് പറയാൻ പാടില്ല. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. അടുത്തത്, ഇതിന് മരുന്നുകളുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ മരുന്നുകളാണ് കൊടുക്കാറ്? ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ്? നമ്മുടെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെന്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ്. പക്ഷെ പലപ്പോഴും മരുന്നുകൾ വേണ്ടി വരാറുണ്ട്. പ്രധാനമായിട്ടും ഈ ഇറഗുലർ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ ഹോർമോൺ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ കൊടുക്കുന്നത് പല വിധത്തിലുള്ള ഡയറ്ററി സപ്ലിമെന്റ്സ് ആണ്. ചില ഡയറ്ററി മാനിപ്പുലേഷൻസ് കൊണ്ട് ഇതിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോളിൽ വെക്കാൻ പറ്റും. അങ്ങനത്തെ ചില മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. PCOSനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട സംശയങ്ങളൊക്കെ തീർന്നെന്ന് കരുതുന്നു അല്ലേ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.